മാർക്കറ്റിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. അതിനായിട്ട് പതിവ് പോലെ പ്രദീപ് സാറിനെ വെൽക്കം ചെയ്യാം. ഗുഡ് മോർണിംഗ് പ്രദീപ് സാർ, വെൽക്കം ടു ദ ഷോ. മോർണിംഗ് പ്രിയ, മോർണിംഗ് വ്യൂവേഴ്സ്. വെള്ളിയാഴ്ച US വിപണിയെ സംബന്ധിച്ച് കനത്തൊരു സെൽ ഓഫ് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഈ S&P 500ഉം നാസ്ഡാക്ക് കോമ്പോസിറ്റും ഡൗ ജോൺസും ഒക്കെ തന്നെ വലിയ തോതിലുള്ളൊരു സെല്ലിംഗ് പ്രഷറായിരുന്നു വെള്ളിയാഴ്ചത്തെ സെഷനിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. വീക്കിലി പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്തും നാസ്ഡാക്കിനെ സംബന്ധിച്ച് 5% ഒരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഡൗ ജോൺസ് 2% ഒരു ഇടിവാണ് വീക്കിലി ബേസിസിൽ പ്രകടമാക്കിയിരിക്കുന്നത്. S&P 500ഉം 4% ഒരു നഷ്ടത്തിലേക്ക് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രധാനമായിട്ടും ഫെഡിന്റെ നമ്മൾ എല്ലാ അനലിസ്റ്റുകളും എക്സ്പെക്ട് ചെയ്യുന്ന ഫെഡിന്റെ ഒരു തീരുമാനം FOMC മീറ്റിംഗ്സ് ഒക്കെ അടുത്ത വീക്കിൽ വരാനിരിക്കുകയാണ്. അതിൻ്റെയും കൂടി ഒരു കോഷ്യസ് ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സാറിന്റെ US വിപണിയെ സംബന്ധിച്ച് മുന്നോട്ടേക്കുള്ള ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? ഈ ഒരു സെൽ ഓഫ് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? നമ്മൾ വീണ്ടും ഡൗ ജോൺസ് ഇൻഡെക്സ് ആൻഡ് നാസ്ഡാക്ക് സ്റ്റഡി ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞ ഒരാഴ്ച എല്ലാ 5 ദിവസവും നമുക്കൊരു സെല്ലിംഗ് പ്രഷറായിരുന്നു അമേരിക്കൻ വിപണിയിലും കാണാൻ സാധിച്ചത്. സോ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്ക് ഈ 5 ദിവസത്തെ സെൽ ഓഫിന് ശേഷവും ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും നിലവിൽ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. എങ്കിൽ പോലും ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലിലോട്ട് ഡൗ ജോൺസ് വന്നു ചേർന്നിരിക്കുന്ന മേജർ സപ്പോർട്ട് ഏരിയ 40,000 പോയിന്റ് ആയിരിക്കും. ഈ ആഴ്ച 40,000 പോയിന്റ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡിൽ ഡൗ ജോൺസ് വിൽ ഓൾസോ ടേൺ ബെയറിഷ്. റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ ഈ ആഴ്ച ശ്രദ്ധിച്ചിരിക്കുന്നത് 41,000 പോയിന്റ് ആയിരിക്കും, 41,000 പോയിന്റ്സ്. 41,000 പോയിന്റ് റെസിസ്റ്റൻസ് ഈ ആഴ്ച ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ട ആ ഒരു ബെയറിഷ്നെസ് റിവേഴ്സ് ചെയ്യപ്പെടും. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ നാസ്ഡാക്ക് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും സ്റ്റോറി വളരെ വ്യത്യാസമാണ്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിരുന്നു. ആൻഡ് നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ 18,300 മേജർ സപ്പോർട്ട് ലെവലിലോട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ആഴ്ചത്തെ ട്രേഡിംഗിൽ 18,300 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് ടേം ട്രെൻഡ് പോലും ബെയറിഷായി മാറും. അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം അമേരിക്കയിലെ ടെക്നോളജി സ്റ്റോക്സിൽ, അതായത് നാസ്ഡാക്ക് ബേസ്ഡ് ഹെവി വെയ്റ്റ്സിൽ ഒന്നിലും തന്നെ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി എനിക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം കമ്മോഡിറ്റി മാർക്കറ്റ്സിൽ ക്രൂഡിനെ സംബന്ധിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ സെഷനുകളായിട്ട് ഒരു ഇടിവായിരുന്നു ക്രൂഡിനെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്നത്തെ ഒരു വിപണിയിൽ ഡെറിവേറ്റീവ് മാർക്കറ്റിൽ 1% മുന്നേറ്റത്തിൽ ബാരലിന് 71.89 എന്ന റേഞ്ചിൽ ഉയരാൻ വേണ്ടിയിട്ട് ബ്രെൻഡ് ക്രൂഡിന് സാധിക്കുന്നുണ്ട്. WTI ക്രൂഡും 1.22% ഒരു നേട്ടത്തിൽ ബാരലിന് 68.49 എന്ന റേഞ്ചിലാണ് മുന്നോട്ട് പോകുന്നത്. ക്രൂഡിനെ സംബന്ധിച്ച് നമ്മൾ ഇനി പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെറും ഒരു ഷോർട്ട് കവറിങ്. ഇത് ഒരിക്കലും ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് ക്രൂഡിന്റെ കേസിൽ നമ്മൾ കരുതരുത്. ആൻഡ് ക്രൂഡിന്റെ കേസിൽ ഈ ഒരു ഷോർട്ട് കവറിങ് ഒരു മാക്സിമം ഒരു $71, $72, $71, $72 വരെ റിക്കവർ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി അറ്റ് ദ മൊമെന്റ് എനിക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഡൗൺ സൈഡ് ടാർഗറ്റ് നോക്കുകയാണെങ്കിൽ $62.50 ഇസ് ദ മേജർ സപ്പോർട്ട് ഏരിയ ടാർഗറ്റ് ഫോർ ക്രൂഡ് ഓയിൽ. ഇത് WTI ക്രൂഡിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ $62.50 എന്ന് പറയുന്നത് 2022 നമ്മൾ കണ്ട് ഏറ്റവും ലോവസ്റ്റ് ലെവലായിരുന്നു. മൈ എക്സ്പെക്ടേഷൻ ആ ഒരു ലോവസ്റ്റ് ലെവലിലോട്ട് നമ്മുടെ ക്രൂഡിന്റെ വില താഴോട്ട് പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗോൾഡിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ വിപണിയിൽ ഒരു നേരിയ മുന്നേറ്റം നമുക്ക് പ്രകടമായിട്ട് കാണുന്നുണ്ട്. ട്രൈ ഔട്ട്സ് 2,497 എന്ന റേഞ്ചിലാണ് ഗോൾഡ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഗോൾഡിൽ നമ്മൾ ഇനി വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സ്വർണത്തിന്റെ കേസിൽ നമുക്ക് സ്വർണത്തിന്റെ ഓൾ ടൈം ഹൈ $2,570 കാണാൻ സാധിച്ചത്. അത് ഓഗസ്റ്റ് 20 ആയിരുന്നു. അതിനുശേഷം കഴിഞ്ഞ 17 ദിവസമായിട്ട് ആ ഒരു ലെവല് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. നമ്മുടെ ഒരു സ്റ്റോപ്പ് ലോസ് സ്ട്രിക്റ്റ് ആയിട്ട് $2,490 മെയിൻറ്റെയിൻ ചെയ്യണം. അറ്റ് ദിസ് പോയിന്റ് നമുക്ക് പുതിയൊരു ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയും സ്വർണത്തിലും കാണാൻ സാധിക്കുന്നില്ല. ആഭ്യന്തര വിപണിയിൽ വെള്ളിയാഴ്ച അവസാന നിമിഷത്തിൽ 292 പോയിന്റിന്റെ ഇടിവാണ് നിഫ്റ്റി പ്രകടമാക്കിയത്. 25,000 എന്നൊരു ലെവൽ കൈവിട്ടുകൊണ്ടാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. 24,852 എന്നൊരു റേഞ്ചിൽ. കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ഒരു ഇൻട്രാഡേ ലോ പരിശോധിക്കുന്ന സമയത്ത് 24,801 എന്നൊരു ഇൻട്രാഡേ ലോയിലേക്ക് നിഫ്റ്റി താഴ്ന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ തന്നെ നിഫ്റ്റി ഒരു നെഗറ്റീവ് സ്റ്റാർട്ടിലാണ് വ്യാപാരം ആരംഭിച്ചിരുന്നത്. ഏഷ്യൻ വിപണികളിലും മൊത്തത്തിലൊരു നെഗറ്റീവ് ട്രെൻഡാണ് തുടരുന്നത്. നിഫ്റ്റിയിൽ
നിലവിൽ ഈ ഒരു സെഷനിലും മുന്നോട്ടേക്കുള്ള സെഷനുകളിലും ഈ ഒരു സെൽ ഓഫ് തുടരാനുള്ള സാധ്യതയുണ്ടോ? നിഫ്റ്റിയിൽ നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി 50 കഴിഞ്ഞ ആഴ്ച ആദ്യത്തെ 4 ദിവസം നമ്മളൊരു സൈഡ് വേസ് കൺസോൾട്ടേഷൻ മോഡ് തന്നെയായിരുന്നു കണ്ടത്. മേജർ സെൽ ഓഫ് ആരംഭിച്ചത് വെള്ളിയാഴ്ചത്തെ വ്യാപാരത്തിലായിരുന്നു. അത് അതിനെ തുടർന്ന് ലിറ്റിൽ ബിറ്റ് ഓഫ് ബെയറിഷ് അണ്ടർടോൺ നിഫ്റ്റി 50യുടെ കേസിൽ. അറ്റ് ദിസ് മൊമെന്റ് ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറാൻ നല്ല സാധ്യത കാണുന്നുണ്ട്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ലോങ് പൊസിഷൻസ് കുറയ്ക്കാൻ ശ്രമിക്കണം. ആൻഡ് 24,590 ലെവലിൽ തീർച്ചയായിട്ടും ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. 24,590 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നിഫ്റ്റി 50യുടെ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. നിഫ്റ്റി ബാങ്ക് സൂചികയെ സംബന്ധിച്ച് ശക്തമായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നിഫ്റ്റി ബാങ്ക് സൂചികയിൽ കണ്ടിരുന്നു. 896 പോയിന്റിന്റെ നഷ്ടമാണ് അവസാന നിമിഷത്തിൽ രേഖപ്പെടുത്തിയിരുന്നത്. ഓൾമോസ്റ്റ് 900 പോയിന്റിലധികം ഒരു ഇടിവ് കഴിഞ്ഞൊരു ഇൻട്രാഡേ സെഷനിൽ ത്രൂ ഔട്ട് കാണാൻ സാധിച്ചിരുന്നു. അവസാനം 50,576 എന്ന റേഞ്ചിലായിരുന്നു നിഫ്റ്റി ബാങ്ക് സൂചിക വ്യാപാരം അവസാനിപ്പിച്ചിരുന്നത്. ഒരു ബാങ്കിങ് ഓഹരിക്ക് പോലും ഒരു നേട്ടത്തോട് കൂടിയിട്ട് കഴിഞ്ഞൊരു സെഷൻ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നില്ല. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് സാറിന്റെ മുന്നോട്ടേക്കുള്ള എക്സ്പെക്ടേഷൻസ് എന്താണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ഞാൻ ശ്രദ്ധിച്ചിരുന്ന ഒരു മേജർ റെസിസ്റ്റൻസ് 51,400 ആയിരുന്നു. കഴിഞ്ഞ ആഴ്ചത്തെ വ്യാപാരം നോക്കുമ്പോഴേക്ക് അഗെയിൻ ആദ്യത്തെ 4 ദിവസം നമുക്ക് ഈ ഒരു സപ്പോർട്ട് നിലനിൽക്കുന്ന ഒരു സ്ഥിതിയായി. ബട്ട് വെള്ളിയാഴ്ച അഗെയിൻ നിഫ്റ്റി 50യോടൊപ്പം തന്നെ മേജർ സെല്ലിംഗ് പ്രഷർ ആയിരുന്നു നമുക്ക് ബാങ്കിങ് സ്റ്റോക്സിൽ കാണാൻ സാധിച്ചത്. ഒരേ ഒരു മേജർ ബാങ്കിങ് സ്റ്റോക്കിൽ മാത്രമേ നമുക്ക് സെല്ലിംഗ് പ്രഷർ കാണാതിരുന്നു. ദാറ്റ് വാസ് HDFC ബാങ്ക്. സോ HDFC ബാങ്കിലോട്ടും കൂടെ ഒരു സെല്ലിംഗ് പ്രഷർ വന്നിരുന്നെങ്കിൽ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ ഇതിനേക്കാൾ വലിയൊരു ലോസസ് നമുക്ക് കാണാൻ സാധിച്ചേനെ. നിഫ്റ്റി ബാങ്കിങ് സെക്ടറിൽ അറ്റ് ദിസ് മൊമെന്റ് നമുക്ക് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി കാണാൻ സാധിക്കുന്നില്ല. നേരെ മറിച്ച് നമ്മുടെ കൈവശം ബാങ്കിങ് സ്റ്റോക്സ് ഉണ്ടെങ്കിൽ ബാങ്കിങ് സ്റ്റോക്സിലുള്ള പൊസിഷൻസ് കുറയ്ക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നമ്മൾ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും ഡൗൺ സൈഡ് ടാർഗറ്റ്സ് നമ്മൾ ശ്രദ്ധിക്കുമ്പോഴേക്കും ആദ്യത്തെ ഒരു സപ്പോർട്ട് കാണുന്നത് 49,900 പോയിന്റ് 49,900. അതിനുശേഷമുള്ള മേജർ സപ്പോർട്ട് കാണാൻ സാധിക്കുന്നത് 49,000 പോയിന്റില 49,000 പോയിന്റ്സ്. മൈ എക്സ്പെക്ടേഷൻ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് 49,000 പോയിന്റ്സിലോട്ട് എത്തിച്ചേരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതോടൊപ്പം PSU ബാങ്കിങ് സൂചികയുടെ കാര്യം കൂടി ആഡ് ഓൺ ചെയ്ത് ചോദിക്കുകയാണ്. PSU ബാങ്കിങ് സൂചിക വെള്ളിയാഴ്ച 4% ഒരു ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. PSU ബാങ്കിങ് സൂചികയിൽ പ്രധാനപ്പെട്ട എല്ലാ ഓഹരികളെയും സംബന്ധിച്ച് ശക്തമായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അല്ലെങ്കിൽ സെൽ ഓഫ് കാണാൻ സാധിച്ചിരുന്നു. കനറ ബാങ്ക് 4%-ലധികം നഷ്ടം രേഖപ്പെടുത്തിയിരുന്നു. SBI അതോടൊപ്പം തന്നെ ഇന്ത്യൻ ബാങ്ക് പോലുള്ള ബാങ്കിങ് ഓഹരികളെല്ലാം തന്നെ 4%-ലധികം ഒരു നഷ്ടമാണ് വെള്ളിയാഴ്ചത്തെ സെഷനിൽ കാണാൻ സാധിച്ചിരുന്നത്. ഈ ഒരു ബാങ്കിങ് ഓഹരികളെ സംബന്ധിച്ച് സാറിന്റെ മുന്നോട്ടേക്കുള്ള ഒരു വ്യൂ എന്താണ്? നമുക്ക് ഈ ഒരു PSU ബാങ്കിങ് ഓഹരികളിൽ ഏതെങ്കിലും ഒരു ബാങ്കിങ് ഓഹരിയിൽ ഇപ്പോൾ നമുക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബാങ്കിങ് മേഖലയിലെ പ്രൈവറ്റ് സെക്ടർ ആകട്ടെ പബ്ലിക് സെക്ടർ ആകട്ടെ ഒരു ബാങ്കിങ് സ്റ്റോക്കിൽ പോലും ഒരു ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി അറ്റ് ദ മൊമെന്റ് കാണാൻ സാധിക്കുന്നില്ല. വെള്ളിയാഴ്ചത്തെ വ്യാപാരത്തിൽ നമ്മൾ ഏറ്റവും അധികമായിട്ട് സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിച്ച ഇറ്റ് വാസ് ഇൻ പബ്ലിക് സെക്ടർ ബാങ്ക്സ്. സോ തീർച്ചയായിട്ടും പബ്ലിക് സെക്ടർ ബാങ്ക്സിൽ നമ്മളിപ്പോൾ ലോങ് പൊസിഷൻ എടുത്തു വെക്കുന്നത് വളരെ റിസ്കി ആയിരിക്കും. ഒരേ ഒരു ബാങ്കിങ് സ്റ്റോക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് HDFC ബാങ്ക്. HDFC ബാങ്കിന്റെ കേസിൽ മാത്രം ഒരു സെല്ലിംഗ് പ്രഷർ നമ്മൾ കണ്ടിരുന്നില്ല. ബട്ട് അറ്റ് ദിസ് മൊമെന്റ് ഈവൻ HDFC ബാങ്കിൽ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ. അതോടൊപ്പം ആഡ് ഓൺ ചെയ്ത് ചോദിക്കുന്നത് നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു ബെയറിഷ് മോഡിലേക്ക് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ബെയറിഷ് ട്രെൻഡിലേക്ക് മാറുകയാണെന്നുണ്ടെങ്കിൽ നിലവിലെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഏതെങ്കിലും ഓഹരികളുണ്ടോ? ഓവറോൾ മാർക്കറ്റ് നോക്കുമ്പോഴേക്കും ടെക്നോളജി സ്റ്റോക്സ് ഒഴികെ വേറെ ഒരു സെക്ടറിലും എനിക്കൊരു ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കുന്നില്ല. ഒരു റെയർ എക്സെപ്ഷൻ അഗൈൻ കാണാൻ സാധിക്കുന്ന സെലക്റ്റീവായിട്ട് പെയിന്റിംഗ് സ്റ്റോക്സ്, അതായത് ഏഷ്യൻ പെയിന്റ്സ്, അക്സോ നോബൽ ഇന്ത്യ, ഇതിലൊക്കെ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് ഈവൻ ഇൻ ദ കേസ് ഓഫ് ടെക്നോളജി സ്റ്റോക്സ്, ഏഷ്യൻ പെയിന്റ്സ്, അക്സോ നോബൽ, അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ സ്റ്റോക്സ്, ഇതിലൊക്കെ അണ്ടർടോൺ ബുള്ളിഷ് ആണെങ്കിൽ പോലും ഇതിലൊന്നും നമുക്ക് പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ ലോ റിസ്ക് ആയിട്ട് ഒരു അവസരവും കാണാൻ സാധിക്കുന്നില്ല. ഇത്തരം സ്റ്റോക്സിൽ നമുക്ക് ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മുടെ പ്രോഫിറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്.
സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ചോദിക്കുമ്പോൾ അതിൽ ആദ്യം ചോദിക്കുന്നത് മസഗോൺ ഡോക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വ്യൂ ആണ്. മസഗോൺ ഡോക്കിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ അവർക്ക് പുതിയൊരു ഓർഡർ ലഭിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേഷൻസ് അവർ നൽകിയിട്ടുണ്ടായിരുന്നു. 1486 കോടി രൂപയുടെ ഒരു ഓർഡറാണ് ONGCയിൽ നിന്നും കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ കമ്പനി അറിയിച്ചിരിക്കുന്നത്. മസഗോൺ ഡോക്കിനെ സംബന്ധിച്ച് സാറിൻ്റെ ഒരു വ്യൂ എന്താണ്? Mazagon Dock, Garden Reach ഷിപ്പ് ബിൽഡേഴ്സ്, കൊച്ചിൻ ഷിപ്പ്യാർഡ്, ഈ 3 സ്റ്റോക്സും നമുക്ക് ജൂലൈ മാസത്തിലായിരുന്നു ഇതിന്റെ ഒരു ഓൾ ടൈം ഹൈ കാണാൻ സാധിച്ചത്. അതിനുശേഷം കഴിഞ്ഞ ഒരു 1-1.5 മാസമായിട്ട് ഈ 3 സ്റ്റോക്സിൽ നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നത്. അറ്റ് ദിസ് മൊമെന്റ് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് അല്പം ബെയറിഷ് ആൻഡ് വീക്ക് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. മാസഗോൺ ഡോക്കിന്റെ സ്പെസിഫിക് കേസ് എടുക്കുമ്പോഴേക്കും 4950 രൂപയിൽ മേജർ റെസിസ്റ്റൻസ് ഉണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാലേ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാൻ പോകുന്നുള്ളൂ. അറ്റ് ദ സെയിം ടൈം മേജർ സപ്പോർട്ട് 2 സപ്പോർട്ട് ലെവൽസാണ് കാണുന്നത്. ആദ്യത്തെ 4200 രൂപ, അതിനെ തുടർന്ന് 4100 രൂപ. സോ ബിറ്റ്വീൻ 4100 ആൻഡ് 4950 ഇതൊരു സൈഡ് വേസ് റേഞ്ച് ആയിരിക്കും. ഈ ഒരു ബാൻഡിലായിരിക്കണം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ഏതായാലും പ്രേക്ഷകരുടെ ക്വയറീസ് അഡ്രസ്സ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അതിൽ ഒരു പ്രേക്ഷക ആദ്യമായി ചോദിച്ചിരിക്കുന്നത് കാസ്ട്രോൾ ഇന്ത്യയിലുള്ള വ്യൂ ആണ്. 1.5% നഷ്ടത്തിൽ 264 രൂപയിലായിരുന്നു കാസ്ട്രോൾ ഇന്ത്യ വെള്ളിയാഴ്ച വ്യാപാരം അവസാനിപ്പിച്ചത്. കാസ്ട്രോൾ ഇന്ത്യ ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. അറ്റ് ദിസ് മൊമെന്റ് നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല എക്സെപ്റ്റ് ദാറ്റ് 258 രൂപയിൽ നമ്മളൊരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിന്റെ മേജർ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്നത് 2080 മുതൽ 2090 റേഞ്ചിൽ. ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്ന കോൾ ഇന്ത്യയിലുള്ള വ്യൂ ആണ്. 2% ഒരു നഷ്ടത്തിൽ 488 രൂപയിലാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തത്. കോൾ ഇന്ത്യ നമുക്ക് കഴിഞ്ഞ ആഴ്ചയായി 10 ദിവസം മുൻപായിരുന്നു നമുക്ക് ഇതിന്റെ ഒരു ഓൾ ടൈം ഹൈ കാണാൻ സാധിച്ചു. ഓഗസ്റ്റ് 26-ാം തീയതി 543 രൂപയിൽ. അതിനുശേഷം ഈ സ്റ്റോക്കിൽ നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ ഇടയായി. അറ്റ് ദിസ് മൊമെന്റ് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ആ പൊസിഷൻ വൈൻഡ് അപ്പ് ചെയ്യാൻ നോക്കണം. ഈ സ്റ്റോക്ക് റിക്കവറി ഇന്നോ ഇല്ലെങ്കിൽ നാളെ നടക്കുന്നുണ്ടെങ്കിൽ ഇത് ഫേസ് ചെയ്യാൻ പോകുന്ന റെസിസ്റ്റൻസ് 510, 515 ആ ഒരു റേഞ്ചിലായിരിക്കും. PVR ഐനോക്സുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. 1% ഒരു നഷ്ടം PVRലും രേഖപ്പെടുത്തിയിരുന്നു. PVR ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് എന്നുള്ളൊരു കാര്യം മറക്കരുത്. അറ്റ് ദിസ് മൊമെന്റ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു അവസരവും കാണുന്നില്ല. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1538 രൂപയിൽ നമ്മളൊരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. മറ്റൊരു പ്രേക്ഷകൻ അമരാജ എനർജിയുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. 2% നഷ്ടമാണ് വെള്ളിയാഴ്ച രേഖപ്പെടുത്തിയത്. 1417 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ അമരരാജ ജൂൺ മാസത്തിലായിരുന്നു നമുക്ക് ഓൾ ടൈം ഹൈ നൽകിയത്. അത് 1774 രൂപയിലായിരുന്നു. അതിനുശേഷം ഈ സ്റ്റോക്ക് ഒരു സൈഡ് വേസ് കൺസോൾട്ടേഷൻ മോഡിലോട്ട് നീങ്ങിയിരുന്നു. സ്റ്റോക്ക് കഴിഞ്ഞ ആഴ്ചത്തെ സെല്ലിംഗ് പ്രഷറിൽ അതിന്റെ ഒരു മേജർ സപ്പോർട്ട് ലെവലായ 1400 രൂപയ്ക്ക് അടുത്ത് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1390 രൂപയിൽ നമ്മളൊരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിൽ ഈ ആഴ്ച റിക്കവറി നടക്കുന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് മേജർ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്ന 1520 മുതൽ 1560 ഈ റേഞ്ചിലായിരിക്കും. 1560 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രം ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബുള്ളിഷായി മാറും. ഒരു പ്രേക്ഷകൻ കഴിഞ്ഞ വീക്കിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട പ്രീമിയർ എനർജീസിലുള്ള വ്യൂ ആണ് ചോദിച്ചിരുന്നത്. വെള്ളിയാഴ്ച 9% നേട്ടത്തിൽ 1095 എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത്. പുതിയതായിട്ട് ലിസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്സിൽ നമുക്കൊരു ട്രേഡിംഗ് ഹിസ്റ്ററി ഒന്നും തന്നെ ഇല്ല എന്നുള്ളൊരു കാര്യം നമ്മൾ ഓർക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് ചാർട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു വ്യൂ നൽകുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ബട്ട് നമ്മുടെ കൈവശം ഓൾറെഡി പ്രീമിയം എനർജീസ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരു 1040, 1020 ആ ഒരു റേഞ്ചിൽ നമ്മളൊരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. മാർക്കറ്റിൽ ഓവറോൾ ഇത്രത്തോളം വീക്ക്നെസ് കാണുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഈ ആഴ്ച തന്നെ നമ്മുടെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കുക. സ്റ്റോക്ക് വെള്ളിയാഴ്ച ഓൾ ടൈം ഹൈ നമുക്ക് കാണാൻ സാധിച്ച അറൌണ്ട് 1200 റുപ്പീസിന് അടുത്തായിരുന്നു. REC ലിമിറ്റഡുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. 3%-ലധികം നഷ്ടമാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയത്.
സോ നേരത്തെ പ്രിയ എൻ്റെ ഇടയ്ക്ക് കോൾ ഇന്ത്യയെ കുറിച്ച് ചോദിച്ചിരുന്നു. കോൾ ഇന്ത്യയെ പോലെ തന്നെ ഈ ഒരു സ്റ്റോക്കിലും കഴിഞ്ഞ 5-8 ആഴ്ചകളായിട്ട് നമുക്കൊരു സൈഡ് വേസ് പാറ്റേൺ കാണാൻ സാധിക്കുന്നത്. ജൂലൈ 12-ാം തീയതി 654 രൂപയിലായിരുന്നു ഈ സ്റ്റോക്കിന്റെ ഒരു ഓൾ ടൈം ഹൈ. അതിനുശേഷം ആ ഒരു ഹയസ്റ്റ് ലെവല് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. വെള്ളിയാഴ്ചത്തെ വീക്ക് ക്ലോസിനെ തുടർന്ന് ദേഴ്സ് എ ഹൈ പോസിബിലിറ്റി ഈ ഒരു സ്റ്റോക്കിലും ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് മാറുമെന്ന്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 599 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. പുതിയ ലോങ് പൊസിഷൻ എടുക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് 640-ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല 640-ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുമെന്ന്. ഷിപ്പിംഗ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. 3% നഷ്ടത്തിൽ 256 രൂപയിലാണ് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തത്. ഷിപ്പിംഗ് കോർപ്പറേഷൻ അഗെയിൻ ഇതിന്റെ ഒരു ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും കഴിഞ്ഞ ഒരു 1.5 മാസമായിട്ട് ഈ സ്റ്റോക്ക് ഒരു സൈഡ് വേസ് മുകളിലോട്ട് നീങ്ങിയിരുന്നു. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് 247 രൂപയിലായിരിക്കണം. 247-ന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും എക്സ്ട്രീം ബെയറിഷ്നെസ്സിലോട്ട് വഴിമാറും. അൾട്രാടെക് സിമെന്റിലുള്ള വ്യൂ മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞൊരു സെഷനിൽ 1% ഇടിവ് രേഖപ്പെടുത്തി 11,432 എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത്. അൾട്രാടെക് സിമെന്റ് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡിൽ സൈഡ് വേസ് പാറ്റേൺ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 11,290 ലെവൽ നമ്മളൊരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. പുതിയ ലോങ് പൊസിഷൻസ് നമുക്ക് എടുക്കാൻ സാധിക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് 11,700 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. ടാറ്റ കൺസ്യൂമറുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. 1.5% നഷ്ടമാണ് ടാറ്റ കൺസ്യൂമർ വെള്ളിയാഴ്ച രേഖപ്പെടുത്തിയത്. ടാറ്റ കൺസ്യൂമർ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് നോക്കുമ്പോഴേക്കും അഗെയിൻ ഈ ഒരു സ്റ്റോക്കിൽ നമുക്കൊരു വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. 1,165 രൂപ ഇസ് എ മേജർ സപ്പോർട്ട് ഏരിയ. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഈ സ്റ്റോക്കിൽ പിന്നീട് നമ്മൾ ലോങ് പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യരുത്. ഹെറിറ്റേജ് ഫുഡ്സ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട വ്യൂ ഒരു പ്രേക്ഷകൻ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞൊരു സെഷനിൽ 3% അടുത്തൊരു നഷ്ടം സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരുന്നു. സോ ഹെറിറ്റേജ് ഫുഡ്സ് ഇലക്ഷൻ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന ആ ഒരു സമയത്തായിരുന്നു പെട്ടെന്ന് ഈ സ്റ്റോക്കിൽ ഒരു വലിയ കുതിപ്പ് കണ്ടത്. ബട്ട് ഇലക്ഷൻ റിസൾട്ട് അനൗൺസ് ചെയ്തതിന് ശേഷം ഈ സ്റ്റോക്ക് ഒരു കൺസോൾട്ടേഷൻ സൈഡ് വേസ് മോഡിലോട്ട് നീങ്ങി. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 538 രൂപയിൽ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിൽ വീണ്ടും ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ 602 രൂപയുടെ മുകളിൽ ഇത് ക്ലോസ് ചെയ്യണം. ടൈം ടെക്നോപ്ലാസ്റ്റുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ചത്തെ സെഷനിൽ 4%-ലധികം നഷ്ടത്തിൽ 406 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ ടൈം ടെക് കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഇതിന്റെ ഒരു ഓൾ ടൈം ഹൈ നമുക്ക് കാണാൻ സാധിച്ചത്. ദിസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. അറ്റ് ദിസ് മൊമെന്റ് ഇതിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 390 രൂപയിൽ നമ്മൾ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ബട്ട് ഈ ആഴ്ച നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ഈ സ്റ്റോക്കിൽ വീണ്ടും ബൈയിങ് ഇൻട്രസ്റ്റ് ഒരു മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി നമ്മൾ അവസരങ്ങൾ നോക്കിയിരിക്കണം. ഒരു പ്രേക്ഷകൻ ഭാരത് ഇലക്ട്രോണിക്സിലുള്ള വ്യൂ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വെള്ളിയാഴ്ച 2.5% നഷ്ടമാണ് രേഖപ്പെടുത്തിയിരുന്നത്. മറ്റൊരു പ്രേക്ഷകൻ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസുമായി ബന്ധപ്പെട്ട വ്യൂവും ചോദിച്ചിട്ടുണ്ട്. ധാരാളം പ്രേക്ഷകർ ഡിഫൻസ് സ്റ്റോക്സ് തന്നെയാണ് കൂടുതലായിട്ടും ചോദിക്കുന്നത്. ഒരാൾ കൊച്ചിൻ ഷിപ്പ്യാർഡിലുള്ള വ്യൂവും ചോദിച്ചിട്ടുണ്ട്. സോ ഭാരത് ഇലക്ട്രോണിക്സ് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ജൂൺ മാസത്തിന് ശേഷം ഭാരത് ഇലക്ട്രോണിക്സ് ഒരു കൺസോൾട്ടേഷൻ സൈഡ് വേസ് ഫേസിലോട്ട് നീങ്ങിയിട്ടുണ്ട്. ഈ സ്റ്റോക്കിന്റെ ഒരു മേജർ സപ്പോർട്ട് നമുക്ക് ജൂലൈ 23-ാം തീയതി 280 രൂപയിലെ മേജർ സപ്പോർട്ട് കാണാൻ സാധിക്കുന്നത്. സോ 280-ന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് നമ്മൾ ഈ സ്റ്റോക്കിൽ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ മെയിൻറ്റെയിൻ ചെയ്യരുത്. ഭാരത് ഹെവി ഇലക്ട്രിക്കൽസിന്റെ കേസ് എടുക്കുമ്പോഴേക്കും അൺഫോർച്ചുനേറ്റ്ലി ലോങ് ടേം ട്രെൻഡ് പോലും ബെയറിഷായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കാണുന്നത്. ഭാരത് ഹെവി ഇലക്ട്രിക്കൽസിൽ നമുക്ക് ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 260 രൂപയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. പുതിയ ലോങ് പൊസിഷൻസ് BLM, BHELM അവോയ്ഡ് ചെയ്യുക. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ഞാൻ നേരത്തെ മാസഗോൺ ഡോക്കിന്റെ കേസ് പറഞ്ഞിരുന്നു. മാസഗോൺ ഡോക്കിനെ പോലെ തന്നെ ഈ സ്റ്റോക്കിൽ ജൂലൈ മാസത്തിന് ശേഷം ഒരു സെല്ലിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് എക്സ്ട്രീംലി ബെയറിഷ് ആൻഡ് ലോങ് ടേം ട്രെൻഡിൽ നമുക്ക് ഇപ്പോഴും ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കുന്നത്.
കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിൽ നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1790 രൂപയിൽ നമ്മൾ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. 2050 രൂപ ഇസ് ദ ഇമ്മീഡിയറ്റ് മേജർ റെസിസ്റ്റൻസ്. 2050ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ 200 രൂപയുടെ ഒരു കുതിപ്പ് നമുക്ക് കാണാൻ സാധിക്കും. NHPCയുമായി ബന്ധപ്പെട്ട വ്യൂ ഒരു പ്രേക്ഷകൻ ചോദിച്ചിട്ടുണ്ട്. 2% നഷ്ടമാണ് NHPC കഴിഞ്ഞ സെഷൻ രേഖപ്പെടുത്തിയത്. 96 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ NHPC ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. സ്റ്റോക്കിന്റെ ഒരു മേജർ സപ്പോർട്ട് എനിക്ക് കാണാൻ സാധിക്കുക 92 രൂപ. 92ന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ മാത്രം നമ്മൾ ലോങ് പൊസിഷൻസ് വൈൻഡ് അപ്പ് ചെയ്യുക. അറ്റ് ദിസ് പോയിന്റ് നമുക്ക് ലോ റിസ്ക് ആയിട്ട് ബൈങ് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. 103 രൂപ ഇസ് എ മേജർ റെസിസ്റ്റൻസ്. പിരാമൽ ഫാർമയുമായി ബന്ധപ്പെട്ടൊരു പ്രേക്ഷകൻ വ്യൂ ചോദിച്ചിട്ടുണ്ട്. 3% നേട്ടം കഴിഞ്ഞ സെഷൻ രേഖപ്പെടുത്തിക്കൊണ്ട് 226 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. പിരമൽ ഫാർമ ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. ഇൻഫാക്ട് കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിംഗ് നോക്കുമ്പോഴേക്കും ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഈ സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ കാണാൻ സാധിച്ചു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. പുതിയ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മളൊരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് 217 രൂപയിലായിരിക്കണം. ബട്ട് ഈ ആഴ്ച വീണ്ടും ഈ സ്റ്റോക്കിൽ നമുക്കൊരു മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കും. ഒരു പ്രേക്ഷകൻ ഹൈക്കൽ ലിമിറ്റഡുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് പ്രൊണൗൺസ് ചെയ്യുന്നത് വിശ്വസിക്കുന്നു. HIKAL എന്നാണ് അതിന്റെ സ്പെല്ലിംഗ് വരുന്നത്. കഴിഞ്ഞൊരു സെഷനിൽ 1% ഒരു ഇടിവോടുകൂടി 346 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ ഹിക്കാലിന്റെ കേസിൽ ഹിക്കാലിന് 380 രൂപയിൽ വളരെ മേജർ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നിലവിൽ ഒരു സൈഡ് വേസ് ടു ബുള്ളിഷ് ഫേസ് ആയിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. അതുകൊണ്ട് തന്നെ ഇന്ന് നിഫ്റ്റി 50യിൽ വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടെങ്കിൽ ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് സെല്ലിംഗ് പ്രഷർ ഉണ്ടാവുമെന്ന് നമുക്ക് ഊഹിക്കാം. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 335 രൂപയിൽ നമ്മളൊരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു പ്രേക്ഷക അപ്പോളോ മൈക്രോ സിസ്റ്റംസുമായി ബന്ധപ്പെട്ട വ്യൂ ചോദിച്ചിട്ടുണ്ട്. 1% നഷ്ടത്തിൽ കഴിഞ്ഞ സെഷനിൽ 102 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. അപ്പോളോ മൈക്രോ സിസ്റ്റംസ് വീണ്ടും ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആണെന്നുള്ള ഒരു കാര്യം മറക്കരുത്. അൺഫോർച്ചുനേറ്റ്ലി അപ്പോളോ മൈക്രോന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി വൈൻഡ് ഇറ്റ് ഔട്ട്. ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് 1.1 സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ വ്യൂ ആണ്. കഴിഞ്ഞൊരു സെഷനിൽ 3% അടുത്ത ഒരു നേട്ടത്തിൽ 71 രൂപയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 1.1 വീണ്ടും ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആണെന്നുള്ള ഒരു കാര്യം മറക്കരുത്. ബട്ട് കഴിഞ്ഞ ഒരു 4-5 മാസങ്ങളായിട്ട് തുടർച്ചയായിട്ട് നേട്ടം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക് 1.1. അറ്റ് ദിസ് പോയിന്റ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് ഇതൊരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 66 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്റ്റോക്കിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്നത് 75 രൂപ മുതൽ 80 രൂപയ്ക്ക് ഇടയ്ക്ക്. താങ്ക് യു സോ മച്ച് പ്രദീപ് സർ.